സുപ്രഭാതം. ഇന്ന് ജൂലൈ മാസം 4-ാം തീയതി 2024 വ്യാഴം. വി ബെസ്റ്റ് ഡേ 1023-ാം ദിനം. നമ്മളുടെ ഈ സംഗമത്തിന്റെ ബാച്ച് 16 ഓൺലൈൻ ബാച്ച് 16ന്റെ 4-ാം ദിനത്തിലാണ്. സ്നേഹത്തോടെ ആശംസിക്കുന്നു ഇന്നലെ തുടങ്ങി വെച്ച കാര്യത്തിന്റെ ഒരു തീവ്രതയിലേക്ക്. റിയൽ ഹാപ്പിനെസ്, ജീവിത വിജയം എന്നൊക്കെ പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയും. കരിയറിനെ കുറിച്ച് ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള ചർച്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. അപ്പോൾ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് നമുക്ക് കരിയറിനെ കാണാൻ കഴിയുക, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റെല്ലാ കാര്യങ്ങളും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല, ഇങ്ങനെ സൂപ്പറായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കും. അങ്ങനെ ഇരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീൽ ഓഫ് ലൈഫിലെ എവിടെയാണ് നമുക്ക് കുറവുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗോൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഈ ആദ്യത്തെ സ്റ്റെപ്പ് പോകുന്നത്. അതിനുശേഷം നമ്മൾ ഇന്ന് വരച്ചു വെച്ച അത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ സൂപ്പറായിട്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോകും. എല്ലാവരും ക്ഷണിക്കണു. ഓ ടു സജീഷ് നെന്മാറസ് സർ. യെസ് സർ, ഡൺ. താങ്ക് യു സർ, താങ്ക് യു. അതുപോലെ ബൈജു സാർ, ഐസക് സാർ, ജോയ് സാർ, ജോസ് കുര്യൻ സാർ, നായർ സാർ, എല്ലാവർക്കും സുപ്രഭാതം. എല്ലാ ഹൃദയ ബന്ധുക്കൾക്കും. പ്ലാറ്റ്ഫോം നിറഞ്ഞ് ഇരിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഏകദേശം എത്തിയിട്ടുണ്ട്. പുതിയ ബാച്ചിൽ ഒരാൾ വെച്ച് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. അതാരാ സാറേ? ഏറ്റവും വലിയ ജയലക്ഷ്മി ഇപ്പൊ എത്തും. ഗുഡ്, താങ്ക് യു. അപ്പൊ അങ്ങനെ പുതിയ ബാച്ചുകാരും എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷമായ ദിനമായി മാറുന്നു. ഇന്നു മുതൽ 4-ാം ദിവസം. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള യാത്ര. അപ്പൊ അതിൽ ഇന്ന് തുടങ്ങുന്നതിന് പ്രാർത്ഥന നമ്മുടെ ബീന റായൻ ടീച്ചറാണ്. ബീന റായൻ ടീച്ചർ കേൾക്കുന്നില്ല? അല്ല സോറി, ഞാൻ അറിഞ്ഞില്ല. 8 മണിക്ക് മുമ്പ് 7:45-ന് 8 മണിക്ക് ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. കുറച്ച് തിരക്കില്ല, എന്റെ അടുത്തുള്ള കുഴപ്പമാണ്. റെഡി അല്ലേ? ഗ്രൂപ്പിൽ കയറാൻ പറ്റുന്നില്ല, അതാ. ശരി, ആയിക്കോട്ടെ, ചെല്ലാം സാർ. ചെല്ലാം. ഓ ചെല്ലാം. എല്ലാവർക്കും ഹാപ്പി മോർണിംഗ്. താങ്ക് യു. ദൈവമേ, നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നേണമേ. ദൈവമേ, നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നേണമേ. അച്ഛനാണ് ദൈവമെന്നും അമ്മയാണ് ദൈവമെന്നും ഗുരുവാണ് ദൈവമെന്നും തോന്നേണമേ. അച്ഛനാണ് ദൈവമെന്നും അമ്മയാണ് ദൈവമെന്നും ഗുരുവാണ് ദൈവമെന്നും തോന്നേണമേ. ദൈവമേ, നിൻ പാദപൂജ ചെയ്തിടുവാൻ എനിക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നേണമേ. സത്യമാണ് ദൈവമെന്നും സ്നേഹമാണ് ദൈവമെന്നും നീതിയാണ് ദൈവമെന്നും തോന്നേണമേ. സത്യമാണ് ദൈവമെന്നും സ്നേഹമാണ് ദൈവമെന്നും നീതിയാണ് ദൈവമെന്നും തോന്നേണമേ. ദൈവമേ, നിൻ പാദപൂജ
ചെയ്തിടുവാൻ എനിക്കുള്ളിൽ എന്നും എന്നും അടിയാതെ തോന്നേണമേ. താങ്ക് യു. താങ്ക് യു ബീൻ ടീച്ചർ. സ്വാഗതം സരിത മാം ആയിരുന്നു. സരിത മാം ഉണ്ടോ സന്തോഷ് കോവിൽ സാറിനൊപ്പം? സന്തോഷ് സാർ ഉണ്ടോ? ഉണ്ട്. സ്വാഗതം. റെഡി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വീബെസ്റ്റിന്റെ 1223 ദിവസമായ ദിവസവും വിഷൻ ബോർഡിന്റെ 4ാമത്തെ ദിവസവുമായ ഇന്നത്തെ ഈ മനോഹരമായ പുലരിയിൽ ഓരോ ദിവസവും നമ്മളെ കൂടുതൽ ഉണർവോടെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രിയ ഗുരുനാഥൻ ശ്രീ ബൈജുപാം സാറെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ പ്രിയപത്നി ജിൻസി മാമിനെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കോർ ടീം അംഗങ്ങളായ ഐസക് സാർ, ജോൺ സാർ, സജീവ് സാർ എന്നിവരെയും വളരെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോസ് കുര്യൻ സാർ, നായർ സാർ എന്നിവരെയും പിന്നെ എല്ലാ ഹൃദയബന്ധുക്കളെയും പിന്നെ പുതിയതായി വന്ന എല്ലാ ഹൃദയബന്ധുക്കളെയും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. താങ്ക് യു സരിത മാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കരിയറിനെ കുറിച്ചാണ്. ഇന്നലെ ഒരു വീഡിയോ പ്രചരിച്ചത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാർ. അത് നേരിട്ട നടപടിയും പിന്നീട് അത് പിൻവലിക്കലും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അത് എവിടെ ചെന്ന് അവസാനിക്കുന്നത്. ആസ്വദിച്ച് ജോലി ചെയ്യുക, അതാണ് അതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം. കൂടിപ്പോയോ എന്ന് സംശയമുണ്ട്. എന്നിരുന്നാലും എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്നത്തെ വിഷയം ഓവർ ടു ബൈജു സാർ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് സജീഷ് നെന്മാറ സാർ. ഒരു കൺഗ്രാറ്റുലേഷൻ പറഞ്ഞേ. എന്താന്ന് നോക്കിയേ, ടൈം നോക്കിയ എല്ലാവരും. 5:50. കഴിഞ്ഞ ദിവസം ലീഡേഴ്സ് മീറ്റിൽ അദ്ദേഹം പറയണ്ടായി കറക്റ്റ് പ്ലാറ്റ്ഫോം എനിക്ക് 5:50 തന്നെ തരുമെന്ന്. ഗ്രേറ്റ് സാർ. താങ്ക് യു. ദ ബ്യൂട്ടിഫുൾ ഡേ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് ഞാൻ സജീഷ് സാർ ഏറ്റെടുത്ത വലിയ ദൗത്യം ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. ഞാനും എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടക്കണു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു പ്രഭാതം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഇന്നത്തെ ഡേ 4ാമത്തെ ദിനം, വി ബെസ്റ്റിന്റെ 1023 ദിനം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം ഇനി നിങ്ങൾക്ക് സ്വന്തം. നമ്മൾ കരിയറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബാച്ച് 16. റൈറ്റ്. ഇവിടെ ഒരു മനുഷ്യൻ ഇരിക്കണ്ട. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് എന്ന് കരുതുന്നു. ജോസ് കുര്യൻ സാർ. പുതുതായിട്ട് വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തും. ജോസ് കുര്യൻ സാർ എന്ന് പറയുന്ന ഈ ആളെ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാം. പുറകിലേക്ക് വരുമ്പോൾ എന്താണ് ജോസ് കുര്യൻ സാറിൽ കാണുന്ന പ്രത്യേകതകൾ, ഈ കോൺഫിഡൻസിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ സയന്റിഫിക്കലായിട്ട് നമുക്ക് പഠിക്കാം. നല്ല കരിയറിന്റെ ഗുണം. എല്ലാവരും അലൻ, മോൾ, ഗതിക, റെഡി, ഗൗസ്, ആന്റണി. ഓക്കെ, ഡൺ. താങ്ക് യു. നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ മനസ്സിനിണങ്ങിയ തൊഴിൽ ലഭിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നതാണ് ചോദ്യം. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായും അത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കും. മാത്രമല്ല ഭാവിയിൽ ഉയർന്ന ജീവിതം വിജയം നേടാൻ സഹായിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നതല്ല, പ്രശസ്ത കരിയർ കൗൺസിലിംഗ് സ്ഥാപനമായ റോക്ക്ഫോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായ നിക്കോളാസ് ലോറിന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല കരിയറിൽ നിന്ന് താഴെ പറയുന്ന 5 ഗുണങ്ങൾ വ്യക്തികൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ജോസ് കുര്യൻ സാറിന്റെ പിക്ചർ കാണിച്ചത്. എന്തൊക്കെയാണെന്ന് ഇന്ന് മനസ്സിലാക്കിയാൽ സുബാബു സാർ ഉടനെ കുറച്ച് തീരുമാനങ്ങളിലേക്ക് എത്തും. എല്ലാവരും റിട്ടയറിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് വ്യക്തമായ ധാരണ നമുക്ക് കിട്ടും. അങ്ങനെ അതുപോലെ അലൻ മോൻ
എത്ര പ്രാധാന്യത്തോടു കൂടി കരിയറിനെ ഡിസൈൻ ചെയ്യണമെന്നും ഒക്കെ നമുക്ക് പറയാം. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടാണ് ഈ വിഷയങ്ങളിൽ ഇത്രയധികം ചർച്ചകൾ നടന്നിട്ടുള്ളത്, റിസർച്ച് നടന്നിട്ടുള്ളത്. അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ വിഷയങ്ങളെല്ലാം. കരിയർ ഡെവലപ്മെന്റ് ഓർക്കുന്നുണ്ടോ? കരിയർ പ്ലാനിങ്, കരിയർ മാനേജ്മെന്റ്, കരിയർ ഡിസിഷൻ, കരിയർ ഗ്രോത്ത്, കരിയർ പാത്ത് എന്നീ വാക്കുകൾ ഓർക്കുന്നോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഇതെല്ലാം വന്നത് കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിലാണ്. അത് വളരെ വിദഗ്ധമായ പഠനങ്ങളിൽ നിന്നുമാണ് ഈ വാക്കുകൾക്ക് ഇത്ര പ്രശസ്തി കിട്ടിയത്. അതായത് കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ നടന്ന ചർച്ചകളുടെ കണ്ടന്റ് ഇതാണ്. 1 കരിയർ ഡെവലപ്മെന്റ്, 2 കരിയർ പ്ലാനിങ്, 3 കരിയർ മാനേജ്മെന്റ്, കരിയർ ഡിസിഷൻ തീരുമാനമെടുക്കുന്നത്, കരിയർ ഗ്രോത്ത്, കരിയർ പാത്ത് എന്നീ വാക്കുകളൊക്കെ വന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ്. അപ്പൊ എങ്ങനെ നമ്മൾ ഇത് സൂപ്പർബാക്കുന്നു എന്ന് നമുക്കാക്കാം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതാണ് കരിയറിന്റെ ഏറ്റവും വിലപ്പെട്ട കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ല കരിയറിന്റെ ഗുണം മെച്ചപ്പെട്ട ആരോഗ്യവും ദീർഘായുസ്സും കൂടുതൽ ഊർജ്ജസ്വലതയും നമുക്ക് കിട്ടും. മെച്ചപ്പെട്ട ആരോഗ്യം, ദീർഘായുസ്, കൂടുതൽ ഊർജ്ജസ്വലത. ഇതാണ് ഞാൻ ആദ്യത്തെ പിക്ചർ കാണിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് വി ബെസ്റ്റിന്റെയും വിഷൻ ബോർഡിന്റെയും റോൾ മോഡൽ എന്ന് ജോസ് കുര്യൻ സാറിനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് കാര്യം. അദ്ദേഹം എന്നെ അവിടെ ഇവിടെയൊക്കെ ഗുരു എന്ന് പറയുന്നുണ്ടെങ്കിൽ, ജോയ് ജോൺ സാറിനെ ഗുരു എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെയും ഗുരുക്കന്മാരെന്ന് പറയുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ലഭിച്ച ആ ഉണർവിന്റെ ഊർജ്ജസ്വലതയുടെ പേരിലാണ്. അല്ലാതെ ഞങ്ങളൊന്നും പുതുതായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. ആകെ ചെയ്തൊരു കൊച്ചു കാര്യം, ജീവിതത്തിൽ കൃത്യമായിട്ടൊരു കരിയർ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുന്നതിൽ എങ്ങനെ ജീവിതം കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ പലർക്കും സംശയം, ഈ പ്രായത്തിൽ ഇദ്ദേഹം എന്താ ചെയ്ത്, ഈ പ്രായത്തിൽ എന്ത് ക്ലാസ്സാണ് എടുക്കുന്നത്? ക്ലാസ് അല്ല, ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഹാപ്പിനെസ് വില്ലേജിലെ ആനന്ദ ഗ്രാമത്തിലെ ആണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യവും ഫോക്കസ്ഡ്. അതായത് ആനന്ദ ഗ്രാമത്തിൽ ഒരു ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ സെന്റർ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു, അവിടുത്തെ അംബാസിഡർ ആണ് അദ്ദേഹം. അവിടെ വന്ന് കയറുന്ന, ഇപ്പൊ അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടക്കുന്നു. സാറിന്റെ കൺസ്ട്രക്ഷൻ, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ പെർമിറ്റ് കിട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ. മഴയായതുകൊണ്ട് കുറച്ച് ഡിലേ ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇനിയുള്ള യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ സെന്ററിൽ ജോസ് കുര്യൻ സാറിന്റെ ഒരു കെട്ടിടം, ഒരു ഫാം ഹൗസ് ഓപ്പൺ ആവുകയും അവിടെ വരുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഇതുപോലുള്ള അറിവുകൾ പകർന്നു കൊടുത്ത്, നല്ല ഭക്ഷണം കൊടുത്ത്, തികച്ചും ഹാളിസ്റ്റിക്കായ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു സംവിധാനത്തിലെ കോ ഫൗണ്ടറാണ് അദ്ദേഹം. അദ്ദേഹമാണ് അതിൻ്റെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതാണ്. അതുപോലെ ഓരോ ആളുകൾക്കും അനന്തമായ സാധ്യതകളുണ്ടെന്ന് പറയാനാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പൊ എന്ത് കിട്ടുക? ഒന്നാമത്തെ കാര്യം, അപ്പൊ പ്രായമായി അല്ലെങ്കിൽ ഞാൻ റിട്ടയറിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ മക്കളിലേക്ക് വന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ മക്കളെ, നിങ്ങൾ ഇപ്പൊ എൻജോയ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഈ ചെറുപ്പം വളരെ ഭംഗിയായിട്ട് ആരോഗ്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ഊർജ്ജസ്വലതയോടു കൂടി ഇരിക്കാൻ കഴിയണോ? ഗോൾ സെറ്റ് ചെയ്യണം. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ആളുകളെ പോലെ ഞാനൊന്നും പറയുന്നില്ല, മക്കളെ പഠിപ്പിക്കലാണ് എൻ്റെ ജീവിത ലക്ഷ്യം, അവരാണ് എൻ്റെ ധനം. ആ ഗീതിക ചിരിക്കുന്നുണ്ട്, എനിക്ക് എന്താ കാര്യമൊന്നും അറിയില്ല. എൻ്റെ ഗോൾ ഒന്നുമില്ല സാർ, എൻ്റെ മക്കളാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുമെന്ന് ഇപ്പൊ കാണാം കുറച്ചാൾ കഴിയുമ്പോൾ. അപ്പൊ മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാവില്ല, ദീർഘായുസിന്റെ ചോദിച്ചാൽ വിഷമായിരിക്കും. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. 2, ഇനി നിങ്ങൾ ആലോചിച്ചെടുത്തോളൂ, ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് നിങ്ങളുടെ ആലോചനയുടെ ഇത് കുറയും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 2, വ്യക്തിപരവും ഔദ്യോഗികപരവുമായ ജീവിതത്തിൽ മറ്റുള്ളവരുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധമുണ്ടാവും. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ നമ്മൾ 10 കുടുംബങ്ങളെ എടുത്തു.
അദ്ദേഹം പ്രൊഫഷണലി ഹാപ്പി ആണെങ്കിൽ കുടുംബത്തിൽ ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവും. സന്തോഷം നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ഔദ്യോഗികപരമായിട്ട് എന്താ സ്വീകാര്യത? ഇവിടെ ഇരിക്കുന്ന സജീഷ് നെന്മാരെ ഓർക്കും. അദ്ദേഹം ഒരു ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൂടെയുള്ളവർ ആരെങ്കിലും പറയട്ടെ, എന്താ അത്? ആരൊക്കെയാ കണ്ട് പരിചയമുള്ളവരുണ്ടല്ലോ എന്ന് പറഞ്ഞു. മാം, അമ്പിളി മാം, എങ്ങനെയാണ് ഈ മനുഷ്യനെ കുറിച്ചൊന്ന് പറഞ്ഞ നിങ്ങള്? ഹലോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അമ്പിളി മാം, സഫിയ മാം പറയും. സഫിയ മാം പെട്ടെന്ന് ടെക്നിക്കലി പഠിച്ചെടുക്കുന്നതാണ്. ഹലോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല സൈസറെ? സോറി. എനിക്ക് പറ്റുന്നുണ്ട്. യെസ്, എല്ലാവർക്കും പറ്റുന്നുണ്ട്. ഓക്കെ, സഫിയ മാം, എന്താണ് ഈ സജീഷ് നെന്മാറ സാറിനെ കുറിച്ച് പറയാ? ഹലോ സാറേ. ഈ നമ്മുടെ സജീഷ് നെന്മാറ സാറിനെ കുറച്ച് കാലമായിട്ട് അറിയില്ലേ? അറിയാം സാറേ. ഞാൻ നേരത്തെ സർവീസിൽ കയറിയ സമയത്തുള്ള സജീഷ് സാറല്ല ഇപ്പോഴത്തെ സജീഷ് സാറ് ആണ് ഏറ്റവും വലിയ വ്യത്യാസം. അത് ഭയങ്കര ചൂടനായിരുന്നോ? അല്ല, ഒരു പാവം അവിടെ ഇവിടെയൊക്കെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ആളായിരുന്നു അല്ലേ? ശരി. അപ്പൊ എന്താ ചേഞ്ച് വന്നതെന്ന് അറിയാമോ? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ അനുസരിച്ചിട്ട് ആളുടെ ജോലി ചെയ്യാനായിട്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം അല്ലെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു കഴിവ് എടുക്കാനായിട്ട് നിങ്ങളുടെ പല പ്രൊഫഷനുള്ളവർക്കും കഴിയില്ല. അതിന് പ്രൊപ്പോഷണലായിട്ട് പാരലായിട്ട് അദ്ദേഹം ഈ വക കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തി അഭിരുചിക്കനുസരിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്തു. അത് ട്രെയിനിങ് ആണ്, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യലാണ്, മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കലാണ്, അല്ലെങ്കിൽ അവരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ലൈഫ് കോച്ചായി മാറി. അതിന് അനുയോജ്യമായ സർവീസുകൾ കൊടുത്തപ്പോൾ കരിയറിൽ അതാണ് സെക്കൻഡ് ഓപ്ഷൻ, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ ഓപ്ഷൻ. അങ്ങനെ വന്നപ്പോൾ ആര് വന്നു? ശ്രീപ്രിയ വന്നു. ശ്രീപ്രിയ വന്നതിന് ശേഷം മോനെ കൂടുതൽ, നിവേദിനെ കൂടുതൽ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അവന്റെ കഴിവുകളെ കണ്ടെത്താൻ, അവനെ പ്രോത്സാഹിപ്പിക്കാൻ കൂടുതൽ. അത് ഓൾറെഡി ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ആഴത്തിലായി. അതിനുശേഷം മധു വർമ്മ എന്ന് പറയുന്ന ബ്രദർ ഇൻ ലോയെ കൊണ്ടുവന്നു. ആ കുടുംബത്തെ മുഴുവനായിട്ടും നമ്മളുടെ കൂടെ വന്നു. ഇതെല്ലാം ഉണ്ടായത് ആളുടെ ആ ഔദ്യോഗിക ജീവിതത്തിനോടൊപ്പം തന്നെ വ്യക്തമായ ജീവിതത്തിന് ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടാണ്. എന്ത് ഗോൾ? കരിയർ ഗോൾ. കഴിഞ്ഞ ദിവസം അമ്മായിയമ്മ പറഞ്ഞ ഡയലോഗാണ് ഞങ്ങൾ എല്ലാവരെയും ത്രില്ലടിപ്പിച്ചത്. എനിക്ക് ഏറ്റവും 1000 ഡേയിൽ കിട്ടിയ ഏറ്റവും വലിയ അഭിനന്ദനം, അല്ലെങ്കിൽ ഏറ്റവും മനസ്സ് നിറച്ചത് ആ അമ്മ പറഞ്ഞതാണ്. എനിക്കിപ്പോ ഒരു പേടിയില്ല മക്കളെ, കാരണം എൻ്റെ മക്കൾ എല്ലാവരും വി ബെസ്റ്റ് ആണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് അവർ പറഞ്ഞത്. അമ്മ പറഞ്ഞത്, അതായത് ശ്രീപ്രിയാജിയുടെ അമ്മ പറഞ്ഞത് ഇതാ, മക്കളെ എനിക്ക് ഒരു പേടിയില്ല ഇപ്പോ, കാരണം എൻ്റെ മക്കൾ എല്ലാവരും തന്നെ വി ബെസ്റ്റ് ആണ്. എങ്ങനെ വി ബെസ്റ്റ് ആയി? വ്യക്തമായ ധാരണയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അറിവ് നേടിയപ്പോഴാണ് വി ബെസ്റ്റ് ആയത്. അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ്. ഇനി കരിയർ കൗൺസിലിംഗ് ക്ലാസ് എടുക്കുന്നവർക്ക് ഇന്നത്തെ ക്ലാസ് മാത്രം മതി കേട്ടോ. 5 സ്ലൈഡ് മാത്രം മതി, 3 മണിക്കൂർ ക്ലാസ് എടുക്കാൻ. അതൊരു താങ്ക്സ് പറ. ഹലോ, ക്ലാസ് എടുക്കാനാണ്. ഓങ്കാരൻ ടീച്ചർ ഇത് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കണം. ഒരു ദിവസം ഇത് എടുക്കണം, എന്നിട്ട് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. റെഡിയാണോ എല്ലാവരും? ഹലോ, ക്ലാസ് എടുക്കാൻ റെഡിയാണോ? ഗീതിക മോളും പോയിട്ട് അവിടെയുള്ള കുറച്ചുപേരൊക്കെ കൂടെ ഇരുത്തിയിട്ട് പറയുന്നത്, ഇതാ ഇങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, ഇതാണ് കരിയർ. നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണോ, ഇപ്പൊ തന്നെ തീരുമാനിക്കൂ. അല്ലാതെ 2 പ്രാവശ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ഓപ്ഷൻ നോക്കി പോകലല്ല പണി എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഗീതിക ചെയ്യോ? അലൻ ചെയ്യോ? യെസ്. അപ്പൊ അതാണ് രണ്ടാമത്തെ. അങ്ങനെ ജീവിതത്തിൽ എന്തുകൊണ്ട് കരിയർ ഇത്ര പ്രധാനമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ വ്യക്തിപരവും ഔദ്യോഗികപരവുമായ ജീവിതത്തിൽ മറ്റുള്ളവരുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ പപ്പ, മമ്മി, അച്ഛൻ, അമ്മ പറയും, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആളായി മാറിയത് എൻ്റെ മോനെ കൊണ്ടാണ്, എൻ്റെ മോളെ കൊണ്ടാണെന്ന് പറയും. അതാണ് ജോസ് കുര്യൻ സാർ ഇപ്പൊ കുടുംബത്തിൽ പറയുന്നത്. അദ്ദേഹം വഴി ആ കുടുംബത്തിൽ മൊത്തത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഇടപെടുന്ന എല്ലാവർക്കും കൂടുതലുള്ള ഒരു ആഴത്തിലുള്ള ബന്ധമുണ്ടാകാൻ കാര്യം ഈ കരിയർ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടാണ്. അല്ല എങ്കിൽ റിട്ടയർമെന്റിന് ശേഷം
എങ്ങനെ ആവണമെന്ന് ഒരു ധാരണയുമില്ല എങ്കിൽ നമ്മുടെ ജീവിതം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, വീൽ ഓഫ് ലൈഫിലെ കഥ പറഞ്ഞതുപോലെ, ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും പുറന്തള്ളപ്പെടും. മക്കളുടെ പാട്ടിന് പോകും. ഈ ഔദ്യോഗിക ജീവിതം പോലും ഇന്ന് ഞാൻ കാണുന്ന മറ്റൊരു പ്രത്യേകത, അങ്ങനെ വ്യക്തമായി ഗോൾ സെറ്റ് ചെയ്ത് കരിയറിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരു കാര്യം നിശ്ചയിച്ചപ്പോൾ ഇന്ന് ജോസ് കുര്യൻ സാറിന് കിട്ടുന്ന ആ പഴയ വിദ്യാലയത്തിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 3 years ആയിട്ടുള്ള ആനിവേഴ്സറികളിൽ ജോസ് കുര്യൻ സാറിനെ ക്ഷണിക്കാറുണ്ട്. ശരിയല്ലേ സാറേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. 3 അല്ല 23. ലാസ്റ്റ് 23 23 years ആയി ആ സ്കൂൾ വിട്ടിട്ട് അല്ലേ? പക്ഷെ ഈ ലാസ്റ്റ് 3 ആനിവേഴ്സറി ഡേയില്, ഹൈസ്കൂളിന്റെ ആനിവേഴ്സറി ഡേയില് സാർ പോയില്ലേ? എല്ലാ ആനിവേഴ്സറി ഡേയ്സ്, എല്ലാ വർഷവും എല്ലാ ആനിവേഴ്സറി ഡേയും. ഏത് അധ്യാപകര് കിട്ടും? ആർക്ക് കിട്ടും? ചിന്തിക്കൂ. ഒരു വർഷം കഴിഞ്ഞാൽ, ആരാ കഴിഞ്ഞ വർഷം കഴിഞ്ഞത്? വേണ്ട പറയണ്ട, ഒരു കുറച്ച് സുബാബു സാർ ഇപ്പൊ 1 വർഷം ആയുള്ളൂ. ഒരു 5 വർഷം കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിന് മുമ്പായിരുന്നുവെങ്കിൽ സുബാബു സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഒരു 5 വർഷം കഴിഞ്ഞ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയാൽ എന്തായിരിക്കും? നേരത്തെ ആയിരുന്നെങ്കിൽ സാറിന് കിട്ടുന്ന സ്വീകാര്യതയാണോ ഇപ്പൊ ഒരു വ്യക്തമായ ഫോക്കസോട് കൂടി പോകുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത തമ്മിൽ വ്യത്യാസം ഉണ്ടാവോ? തീർച്ചയായിട്ടും ഉണ്ടാവും സാർ. അതാണ് സാർ ഈ രണ്ടാമത്തെ കരിയർ. നമ്മൾ എത്ര പ്രായത്തിൽ നമ്മൾ ഇത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം, വ്യക്തിപരവും ഔദ്യോഗികപരവുമായ ജീവിതത്തിൽ മറ്റുള്ളവരുമായി കൂടുതൽ ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാവും. 3, വർദ്ധിച്ച കാര്യക്ഷമതയും ഉയർന്ന ജീവിത വിജയവും. 3ാമത്തെ പോയിന്റ്, കാര്യക്ഷമത കൂടും, നമ്മുടെ ജീവിത വിജയം വലുതാവും. ആദ്യകാലങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോഴൊക്കെ ജോസ് കുര്യൻ സാർ എന്ന് പറയുന്ന സാറിലേക്ക് അധികം ആളുകളൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം അദ്ദേഹം എല്ലാം ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുതൽ തീവ്രമായിട്ട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പൊ അത് മാറി. ഇപ്പോഴല്ല, കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം മാറി. എന്നോട് ടീച്ചർ പറഞ്ഞതാ, അദ്ദേഹം മാറിയത് എങ്ങനെയാന്ന് വെച്ചാൽ വർദ്ധിച്ച കാര്യക്ഷമത വന്നു. ഈ സമൂഹത്തെയും മൊത്തം ലോകത്തെയും നന്നാക്കണമെന്ന ആഗ്രഹം നമുക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷെ ഞാൻ എന്താണോ ചെയ്യുന്നത്, എൻ്റെ പ്രൊഫഷൻ എനിക്ക് തൃപ്തികരമല്ല എങ്കിൽ ഈ പറയുന്നതെല്ലാം പരാതിയായിട്ടായിരിക്കും മറ്റുള്ളവർക്ക് മനസ്സിലാവുക. പക്ഷെ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്ത്, അതായത് എൻ്റെ ലക്ഷ്യം ഇതാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ലൈഫ് കോച്ച്, ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ സെന്ററിന്റെ ഫൗണ്ടർ, ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കാൻ ആളുകൾ തയ്യാറാകും. അപ്പോൾ എൻ്റെ കാര്യക്ഷമത കൂടും. അങ്ങനെ ഞാൻ കൂടുതൽ വിജയിയായി മാറും. അങ്ങനെ എനിക്ക് നോബൽ പ്രൈസ് കിട്ടും. ഹലോ എൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചു, നോബൽ പ്രൈസ് കിട്ടും. കാരണം അതാണ് എൻ്റെ ലക്ഷ്യം. അതെന്തുകൊണ്ടാ? കൃത്യമായിട്ടുള്ള ഒരു കരിയർ ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ വിജയിച്ചിരിക്കും. അപ്പൊ ചിന്തിക്കൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഉള്ള ദിവസങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കും. നമുക്കിനി ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ചർച്ചകളിലേക്ക് പോകുന്നത്. 4, ഉയർന്ന ആത്മാഭിമാനം. എവിടെ ചെന്നാലും ഉയർന്ന തല നിവർത്തി അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് ആത്മാഭിമാനത്തോടു കൂടി ആരുടെ മുമ്പിലും നിൽക്കാൻ കഴിയും. എന്നെ സാറ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ കേട്ടാൽ ആത്മാഭിമാനം എന്നിലേക്ക് ഇങ്ങനെ തിളച്ചു കയറും. സാറ് നല്ല കോൺഫിഡൻസോട് കൂടി, ജോയ് സാർ ആയിക്കോട്ടെ, സജി സാർ ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഐസക് സാർ, എല്ലാവരും, സാറൊക്കെ ഓൾറെഡി നമ്മുടെ ഗുരുക്കന്മാരാണ്, ഐസക് സാറൊക്കെ. പക്ഷെ ഇവരിൽ കാണുന്ന ഈ കോൺഫിഡൻസിനുള്ള പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് ഗീതിക മോൾ ഇനി ക്ലാസ്സിലേക്ക് ചെല്ലുന്നതെങ്കിൽ, നല്ല ക്ലാരിറ്റിയോട് കൂടിയാണ് ചെല്ലുന്നതെങ്കിൽ, ആത്മാഭിമാനമുള്ള മിടുക്കിയായ മോളായി മാറും. സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ കോൺഫിഡൻസ് കൂടുമ്പോൾ നിങ്ങളുടെ ചുറ്റും പൂവാലന്മാർ കൂടും. എങ്ങനെ മാനേജ് ചെയ്യും അത് ഗീതിക? കുഴപ്പമില്ല. ഇത്ര കോൺഫിഡൻസോട് കൂടി സൂപ്പറായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ കുറച്ച് പൂവാലന്മാർ കൂടും. അല്ല, നിനക്ക് പെൺകുട്ടികളൊക്കെ ആരാധികമാരായി മാറും, 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ. അല്ല, എന്ത് ചെയ്യും? അതപ്പോ എങ്ങനെ മാനേജ് ചെയ്യും?
സോറി പറയുമല്ലേ? സോറി, സമയമില്ല, എനിക്ക് വ്യക്തമായ ഗോളുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ ഫോക്കസ്ഡ് ആണെന്ന് പറയാം. അലൻ, അലൊന്ന് അൺമ്യൂട്ട് ചെയ്യൂ. അമ്മ അപ്പ അപ്പുറത്തിരിക്കണം, അപ്പോഴാണ് ഇത് ചോദിക്കുന്നത്. ഒറ്റക്കാവുമ്പോ ഞാൻ പറഞ്ഞു തരാം സർ. താങ്ക് യു. അങ്ങനെയാണ് നമുക്ക് ചുറ്റും ആളുകൾ തടിച്ചു കൂടുന്നത്. അതാണ് ആത്മാഭിമാനം. അല്ലാതെ ഇപ്പോ കുറച്ച് നാൾ ഈ ചെറുപ്പകാലത്ത് കാണിക്കുന്ന തിളപ്പൊക്കെ കുറച്ച് കഴിയുമ്പോൾ തീരും. ഞാൻ ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫസ്റ്റ് ഏകദേശം 200-ലധികം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെഷൻ ചെയ്യാൻ പോവാണ്. അവിടെ ചെല്ലുമ്പോഴും അവിടുത്തെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ഈ കോൺഫിഡൻസോട് നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു പരിശീലകൻ എത്രത്തോളം കോൺഫിഡൻസ് കിട്ടുന്നുവോ അവന് വ്യക്തമായ കരിയർ ഗോൾ ഉള്ളത് കൊണ്ടാണ്. അല്ലാത്തവർ എന്ത് പഠിപ്പിക്കാനാ പോണേ? അവരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ അധ്യാപകരോട് ചോദിച്ചു നോക്കൂ, 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ആരായിരിക്കും? ഒരുത്തിനും ആൻസർ ഉണ്ടാവില്ല. എന്താ കാര്യം എന്ന് പറയാം? അവരുടെ ഗോളിനെ കുറിച്ച്, അവർക്കൊരു ജോലി എന്ന് പറയുന്നത്, അധ്യാപനം എന്ന് പറയുന്നത് ഒരു തൊഴിലാണ്. അതിന് ഉള്ളിലേക്ക് എടുത്താലേ ആത്മാഭിമാനം ഉണ്ടാവും. ഒരുത്തനും കണ്ണുവെട്ട് പാടില്ല. അവിടെ ഇരിക്കുന്ന ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന ആള് പോലും, ക്ലീനിങ് സ്റ്റാഫ് പോലും, ഞാൻ സംസാരം തുടങ്ങിയാൽ ഒരുത്തനും ചായ കൊടുക്കാനായിട്ട് വന്നവൻ പോലും സ്റ്റക്കായിട്ട് നിൽക്കും. നിർത്തും ഞാൻ. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഗോളുണ്ട്. എൻ്റെ കരിയറിൽ എനിക്ക് ധൈര്യമുണ്ട്. അതാണ് എന്നെ ഇത്ര കോൺഫിഡൻസോട് കൂടി നിങ്ങളുടെ മുമ്പിൽ എഴുതി. ചിലർ ചോദിച്ചു, 1000 ദിനം, 1023, ഈ 1000 ദിനമൊക്കെ എന്ത് കേൾക്കാനാടാ നിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളൊക്കെ കൂടെ വരുന്നത്? എൻ്റെ പഴയ കൂട്ടുകാർ ചോദിക്കുന്നത്, എന്ത് കേൾക്കാനാ ഈ രാവിലെ എഴുന്നേറ്റ് വരുന്നത്? എന്നിട്ട് എന്ത് മാറ്റം അവർക്കുണ്ടാവണേ? എനിക്കുറപ്പാ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും മാറ്റം ഉണ്ടാവും. അപ്പൊ ഈ ധൈര്യം തരുന്നതിന് കാരണം ഞാൻ എൻ്റെ കരിയറിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ധൈര്യമായിട്ട് തീരുമാനിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിരുചിക്കണങ്ങിയ ആ കരിയർ. അതിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ പറയുന്നത്. 5 കുട്ടികൾക്ക് മെച്ചപ്പെട്ട മാതൃകയാണ്. അല്ലാതെ നിങ്ങൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണത്, അവന് വേണ്ടിയിട്ടാണ് ജീവിക്കണത് എന്ന് പറഞ്ഞു നടന്നാൽ കുറച്ചു കാലം കഴിയുമ്പോ കുട്ടികളുടെ പാട്ടിന് നിങ്ങൾ പറയുന്ന ഒരു കാര്യവും കേൾക്കാൻ ഒരാളുണ്ടാവില്ല. മാതൃകയാവണോ? ഞാൻ എന്തുകൊണ്ടാണ് ഇന്നലെ ഇത്ര വിശ്വാസത്തോടു കൂടി? ഇനി അതിന് ശേഷം എന്താ? അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ കൊടുക്കുന്നത് എന്നെ റോൾ മോഡലാക്കാനാണ് എൻ്റെ മക്കൾക്ക്. ഞാൻ ചെറുപ്പത്തിൽ അവരോട് പറയാറുണ്ട്, ഞാൻ പപ്പ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട, ധൈര്യമായിട്ട് ചെയ്തോളൂ. പപ്പ ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ എന്നോടൊന്ന് ചോദിച്ചേക്കണം. ഹലോ, പപ്പ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ പപ്പയോടൊന്ന് ചോദിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും വേണ്ട, ധൈര്യമായിട്ട് പോയി ചെയ്യൂ, എന്നോട് ചോദിക്കണ്ട. പക്ഷെ പപ്പ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പപ്പയോട് ഒന്ന് ചോദിച്ചേക്കണം. ഇത്രേ ഉള്ളൂ ഞാൻ 2 മക്കൾക്കും കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പൊ എനിക്ക് കൃത്യമായി ഗോളുണ്ട്, അപ്പൊ അവർക്കും ഉണ്ടാവണം. അപ്പൊ ഞാൻ അവരുടെ നല്ല റോൾ മോഡലാവും. അപ്പൊ റോൾ മോഡലാകാനും കൂടി കഴിയണം. അപ്പൊ 5 പോയിന്റ്സ്, ഈ 5 പോയിന്റ്സ് മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ ഡിസൈൻ ചെയ്യാൻ, സന്തോഷമായിട്ടിരിക്കാൻ. ഇത് ഫിക്സ് ചെയ്യാതെ ഒരാളും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കൊന്നും, നിങ്ങൾ ഡയലോഗ്സ് ഒക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരിക? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പേപ്പർ എടുക്കും, ഒന്നുകൂടി കണ്ടിട്ട് പോവാം. ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇത്തിരി കൂടി സ്ട്രെങ്തൻ ചെയ്ത് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ആദ്യത്തെ പിക്ചറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ ചോദിക്കും. മനസ്സിനിണങ്ങിയ തൊഴിൽ ലഭിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ ഫോട്ടോയും നല്ല കരിയറിന്റെ ഗുണം ദാ തെളിവുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ 5 ഗുണങ്ങളും ഈ വ്യക്തിയിലേക്ക് വരണമെങ്കിൽ വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും. ഒന്ന്, മനസ്സിനിണങ്ങിയതാണ്. അപ്പൊ ചോദിക്കും, എന്റെ ജോലി എനിക്ക് അനുയോജ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ സജീഷ് നെന്മാറ സാറിനെ മോഡലായിട്ട് എടുത്തത്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ അദ്ദേഹത്തിന് പാഷനേറ്റ് ആയിട്ട് ഒരു കരിയർ ഉണ്ട്, അതിൽ കുറച്ച് സമയം കോൺസെൻട്രേറ്റ് ചെയ്യുക.
അല്ലെങ്കിൽ ആകെ ഇനി പകുതിയല്ലേ ഉള്ളൂ, 56 വയസ്സാകുമ്പോൾ നിങ്ങൾ റിട്ടയർ ആവില്ലേ? അത് കഴിഞ്ഞിട്ട് 50-60 വർഷം കിടക്കണില്ലേ? അപ്പോഴത്തേക്ക് പ്ലാൻ ചെയ്യും. ഇതാ അലൻ ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇനി അത് ചെയ്യാലോ. ഇപ്പൊ സുബാബു സാർ ചെയ്യണ പോലെ ഇതാ ഇന്നിരുന്ന് തീരുമാനിക്കുകയാണ് എന്ത് ചെയ്യണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീതി ടീച്ചറെ പോലെ. പ്രീതി ടീച്ചർ എന്താ ചെയ്യുന്നത്? സൂപ്പറായിട്ട് റിട്ടയർമെന്റിന് ശേഷം ബാക്കിയുള്ള പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രീതി ടീച്ചർ ഒരു ഹൈ പറഞ്ഞ് എല്ലാവരും ഒന്ന് കാണട്ടെ. പ്രീതി ടീച്ചർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഞാനിപ്പോ ഈ ജീവിതത്തെക്കാൾ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞ ഈ 5 കാര്യങ്ങളും ഒരു 90% ഓക്കെയാണ്. അതുകൊണ്ടാ ടീച്ചറിലേക്ക് വന്ന ഒരു കയ്യടി കൂടെ പോരാ, ഒരു ക്ലാപ്പ് കൂടെ. അതുകൊണ്ടാണ് ഈ പ്രീതി ടീച്ചറിലേക്ക് വന്നത്. ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം. ടീച്ചർക്ക് ആരോഗ്യാണ് കുറച്ച് കുറവുള്ളത്, ബാക്കിയൊക്കെ ഒരുവിധം ഇതായിട്ട് പോകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ശ്രമിക്കുകയാണ്. ഇതിനെയാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. വീൽ ഓഫ് ലൈഫിൽ 8 പോയിന്റ്സ് മനസ്സിലായില്ലേ? ഇത് ശരിയായാൽ ബാക്കിയെല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് കറക്റ്റ് അല്ലേ? ആരോഗ്യം കൂടി ശരിയാവും. എന്താ ആരോഗ്യം കൂടണമെങ്കിൽ ടീച്ചർക്ക് ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു ആയുർവേദ സ്പായിൽ പോയിട്ട് ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപ ഒന്ന് ബ്യൂട്ടി ആകണം. അതിന് സാഹചര്യം അനുവദിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. പോകാൻ സാഹചര്യം അനുവദിക്കുന്നില്ല. അതുകൂടി ഒന്ന് ശരിയായാൽ അതൊരു സത്യമാണ്. ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ട് മോള് വരുന്നു, മോൻ വരുന്നു, ഒക്കെ വരുന്ന സമയമാണ്. അതുകൂടി ഒന്ന് മാനേജ് ചെയ്താൽ സംഭവം ഓക്കെ. അതുകൊണ്ട് യോഗയിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തു. ഞാനിപ്പോ കേറുന്ന അതുകൊണ്ടാണ്. സത്യം. നിങ്ങൾക്കറിയോ, സാധാരണ ടീച്ചർ അധ്യാപനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു റിട്ടയർഡ് അധ്യാപകയാണ് പ്രീതി ടീച്ചർ. നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. എല്ലാവരും സ്നേഹം കൊടുക്കും, ലവ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ബാക്കി കഥ പറയാം. നിങ്ങൾ എന്തിനാണ് സ്നേഹം കൊടുത്തതെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിക്കോളാം. ഓക്കെ, ലവ് ഇടും. ഒരു പോയിന്റ് കൂടെ പറയാണ്ട്, നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളുടെ ഏറ്റവും വലിയ ഗുരു. അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠാണ്. എന്താ അറിയൂ, ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പൊ മന്ത്ലി ഡ്രോ ചെയ്യുന്നത് 5 ഇരട്ടി വരുമാനമാണ് എന്ന് പറഞ്ഞാൽ പ്രീതി ടീച്ചർ ഒബ്ജക്റ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ടീച്ചർക്ക് 1 ലക്ഷമാണ് അല്ലെങ്കിൽ 50,000 രൂപ. വെറുതെ കണക്കൊന്നും പറയില്ല, അങ്ങനെയൊന്നും പറയാൻ ടീച്ചർക്ക് ഇഷ്ടമില്ല. നിങ്ങൾ ആരും കേൾക്കാൻ ദൈവത്തിന്റെ ഒരു ഇതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് ടീച്ചർ. ആ അനുഗ്രഹം എങ്ങനെ ഉണ്ടായി? ടീച്ചർ വെറുതെ ഇരുന്നെങ്കിൽ ഉണ്ടാവോ? അല്ല, വെറുതെ ഇരിക്കാറില്ല. സത്യം. റിട്ടയർമെന്റിന് ശേഷം എന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും എന്റെ ഭർത്താവ് തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ള ഗോൾ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന, ടീച്ചറുടെ ഉള്ളിലുണ്ടായിരുന്ന ആ അഭിനിവേശം അല്ലെങ്കിൽ അഭിരുചി അനുസരിച്ച് എനിക്ക് ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൈകാര്യം ചെയ്ത് എൻ്റെ സ്ഥാപനം അല്ലെങ്കിൽ ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്ന, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, പുതിയ ആളുകൾക്ക് ചിലപ്പോൾ ടീച്ചറെ പരിചയം. ടീച്ചറുടെ ഹസ്ബൻഡ് തുടങ്ങി വെച്ച ഒരു കൺസ്ട്രക്ഷൻ പ്രൊഫഷൻ ഉണ്ടായിരുന്നു. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു ബിൽഡിംഗ് കെട്ടി അത് റെന്റ് ഔട്ട് ചെയ്യുകയാണ് ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത പ്രോജക്റ്റ് വരുന്നു. കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒരു വ്യത്യസ്തമായ മറ്റൊരു പ്രോജക്റ്റ് കൂടിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ടീച്ചർ ചെയ്തത്, ടീച്ചർക്ക് അഭിരുചിക്കനുസരിച്ച് അല്ലെങ്കിൽ കഴിവിനനുസരിച്ച് ഉള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുകയും അതിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്തു. അതിന്റെ ഡോക്യുമെന്റേഷൻ തൊട്ട് അറിയില്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കും. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ സാഹചര്യങ്ങളും അവസരങ്ങളും ധനവും ആരോഗ്യവും എല്ലാം വന്നു ചേർന്നു. എങ്ങനെ വന്നു ചേർന്നു? ഗീതിക, ഗോൾ ഉണ്ടായി അല്ലേ? ആദ്യം എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി. അല്ലാതെ റിട്ടയർമെന്റിന് ശേഷം കിട്ടുന്ന പെൻഷനും കൊണ്ട് കഴിയാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ സന്തോഷവും ഈ സംതൃപ്തിയും ഈ ഇപ്പൊ കിട്ടുന്ന ആത്മാഭിമാനവും ഉണ്ടാവില്ല. ഇതാണ് ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷമുള്ള ഗോൾസ്. 5 കാര്യങ്ങൾ. ഇനി ആ പഴയ ബുക്ക് എടുക്കും, ഇന്നലെ എടുത്ത ബുക്ക് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് കരിയറിൽ എന്ന് വരച്ചു വെച്ചിട്ടില്ലേ, കുരിശ് വെച്ച് വരച്ച് ഇങ്ങനെ 8 ലൈനായിട്ട് വെച്ചിട്ടില്ലേ, അതെടുത്തിട്ട് ലൈൻ ചെയ്യ്, ഫില്ല് ചെയ്യ്. അതിൽ കരിയറിൽ 10ൽ ഇപ്പൊ അറ്റ് പ്രസന്റ് എത്ര മാർക്ക് കൊടുക്കുമെന്നാണ് എനിക്കറിയേണ്ടത്. സ്ക്രീനിൽ നോക്കാം. അലൻ ഗോൾ സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പൊ കുറച്ച് മാർക്ക് ഇട്ടാൽ മതി. പക്ഷെ ക്ലാസ് കഴിയുമ്പോൾ അലൻ്റെ എത്രയാവും? കരിയറിൽ 10ൽ 9 ആവണം. മനസ്സിലായ മോന്? ഗീതിക, മോൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, മോൾ ഇപ്പൊ പഠിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ഗോള്, കരിയർ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? 10 ആകാം. ഇപ്പൊ ഒന്ന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ മോള് എത്ര എഴുതണം? 6ഓ 7ഓ എഴുതുക.
കൃത്യമായിട്ട് ഇനി ലൈഫിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നവർക്ക് വ്യക്തമായി ധാരണയുണ്ട് ഇനിയുള്ള എൻ്റെ ലൈഫിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുക. വരുമാനമൊക്കെ രണ്ടാമതാണ് കേട്ടോ, വരുമാനമൊക്കെ രണ്ടാമത്. പക്ഷെ എനിക്ക് എൻ്റെ അഭിരുചിക്കനുസരിച്ച് ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന വിഷയം പഠിച്ചിരുന്നുവെങ്കിൽ, ഇന്നതുപോലെ ആയിരുന്നുവെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷം സമാധാനം ഉണ്ടായണം. പക്ഷെ കിട്ടിയ ജോലി ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇനിയും അതിനെ ഒരു പാഷനേറ്റ് എടുത്തുകൊണ്ട് ഒരു സെക്കൻഡ്, ഇപ്പൊ വരുമാനമൊന്നും ജോലിയൊന്നും റിസൈൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഉള്ള ജോലിയും എൻ്റെ മറ്റു കാര്യങ്ങളും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം എനിക്കുണ്ട്. അതിനനുസരിച്ച് ഞാൻ മാറുമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ കരിയർ ഗോൾ സെറ്റ് ചെയ്യാൻ പോണേ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഉള്ള പ്രസന്റ് സിറ്റുവേഷനിൽ എൻ്റെ ജോലിയിൽ മനസ്സിനിണങ്ങിയ തൊഴിൽ ആണോ ചെയ്യുന്നത്, അതിൽ ഞാൻ 10ൽ എത്ര മാർക്ക് കൊടുക്കും? എഴുത്, വരച്ചോ. കരിയർ. ജോസ് കുര്യൻ സാർ, അങ്ങയുടെ കരിയർ ഗോളിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന, ജീവിതാന്ത്യം വരെ ഫോക്കസ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സാറിൻ്റെതായിട്ടുള്ള ആ വലിയ ഗോളിൽ എത്ര മാർക്കാ കൊടുത്തിരിക്കണേ ജോസ് കുര്യൻ സാർ? എത്ര മാർക്ക്? 9 മാർക്ക്. 9. ആ കണ്ടോ? അടുത്തത് ഒരാളുകളെ എടുത്ത് നമുക്ക് നോക്കാം. അടുത്തൊരാളെ കൂടി നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ യോഗ ആചാര്യൻ ജോയ് ജോൺ സാറാണ്. ജോയ് ജോൺ സാർ അധ്യാപകനാണ്, റിട്ടയർഡ് അധ്യാപകൻ. അതിനുശേഷം അദ്ദേഹം പോയി പഠിച്ചു. എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമാണ് മറ്റുള്ളവരെ സഹായിക്കുക, അവരുടെ ആരോഗ്യ കാര്യങ്ങളിലും അവരുടെ ജീവിത നിലവാരത്തിലും ഉയർന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് എന്ത് കഴിയും. അങ്ങനെ അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു കരിയർ സെലക്ട് ചെയ്തു, യോഗ പഠിക്കുക. അതുപോലെ തന്നെ ഒരു ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ സെന്ററിൽ എന്തൊക്കെ കൊണ്ടുവരാൻ കഴിയുമോ അതൊക്കെ പഠിക്കും. ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്നപ്പോഴാണ് സാറിൻ്റെ ഗ്രാഫ്, ആ കരിയർ എന്ന് പറയുന്ന ഗ്രാഫ് മുന്നിലേക്ക് വന്നു. ജോസഫ് ജോൺ സാർ റിട്ടയർമെന്റ് ശേഷം എന്താണ് ഇന്നത്തെ ലോകത്തിന് കുറച്ചുകൂടി സന്തോഷവും സമാധാനവും നൽകുന്നത്? അതിലേക്ക് പോകുമ്പോൾ എൻ്റെ മറ്റു കാര്യങ്ങളും എല്ലാം നടക്കത്തക്ക രീതിയിൽ സംഗീതത്തെ എങ്ങനെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടാകും എന്നുള്ളതിൽ ഷോണിത് സാർ, അദ്ദേഹം ഇപ്പൊ ചെയ്യുന്നത് വളരെ മഹത്തായ പ്രവർത്തനങ്ങളാണ്. കാരണം അതാണ് ഗോൾ. പക്ഷെ മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇനി വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പൊ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഗോളിനനുസരിച്ച് മറ്റ് 8 പോയിന്റ്സിലുള്ള 7 പോയിന്റ്സും എങ്ങനെ കുറച്ചുകൂടി ബാലൻസ് ചെയ്യാം. എല്ലാവരുടെയും പ്രധാന പ്രശ്നം വെൽത്താണ്. വെൽത്ത് കുറച്ചുകൂടി എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു പലരും ഇതിന് ബാലൻസ് ചെയ്യാതെ പോകാൻ കഴിയില്ല. രമ മാം എന്താണ് താടിക്കൈ കൊടുത്തിരിക്കുന്നത്? പണി കിട്ടിയ ഇവിടെ വരേണ്ടില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റുള്ള ടെൻഷനൊക്കെ അടുപ്പിക്കണം. എന്താണ് പറ, എന്താണ് ആലോചിച്ചത്? എത്രയാ സ്കോർ കൊടുത്തതെന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറ. ഞാൻ 9 കൊടുത്തത്. ആണോ? അതെ. അത് റിട്ടയർമെന്റോട് കൂടി കഴിയോ? ഇല്ലില്ല. അയ്യോ, റിട്ടയർമെന്റ് ഒക്കെ നല്ല രീതിയിൽ പോണം. ജീവിതാന്ത്യം വരെ ഉണ്ടാവും, ഉറപ്പല്ലേ? ആ, തീർച്ചയായിട്ടും റിട്ടയർമെന്റ് ഒക്കെ നല്ല രീതിയിൽ പോണം. അത് കഴിഞ്ഞിട്ടും സൂപ്പറായിട്ട്. ശരി, അപ്പോ അടുത്ത എഴുതും എല്ലാവരും. ഹെൽത്ത്. ഇപ്പൊ 10ൽ എത്ര മാർക്ക് കിട്ടും? എവിടെയാണ് ഇനി ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്? ഡിസൈൻ യുവർ സക്സസ്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് 10%. ഹെൽത്തിൽ ഇപ്പൊ എത്ര മാർക്ക് കൊടുക്കും? എലീസയുടെ കേട്ടില്ലല്ലോ. എലീസ കരിയറിൽ എത്രയാ അവൾക്ക് മാർക്ക് കൊടുത്തേക്കണേ? കരിയർ എലീസ. സത്യത്തിൽ എന്റെ കരിയർ എന്ന് പറഞ്ഞാൽ ഇപ്പഴേ എന്റെ ഇഷ്ടപ്പെട്ട കരിയർ അല്ല, ഹസ്ബൻഡിന്റെ ഇഷ്ടമാണ് എന്റെ കരിയർ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കണേ, അതുകൊണ്ട് ഞാൻ 5 മാർക്കേ കൊടുത്തിട്ടുള്ളൂ. 5 മാർക്കേ കൊടുത്തുള്ളൂ. പക്ഷെ അത് മറ്റൊരിലേക്കുള്ള റൂട്ടല്ലേ? അതെ അതെ അതെ, അതാവണല്ലോ. എന്നിട്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യണുള്ളൂ. എനിക്ക് എന്റെ അതിലേക്കും കൂടെ വരണം. ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് അതും കൂടെ പ്ലസ് എന്റെ ഇഷ്ടവും കൂടെ കൊണ്ടുവരണം അതിനകത്ത്. ആദ്യം ലക്ഷ്യം നിർണ്ണയിക്കും. ലക്ഷ്യം നിർണ്ണയിച്ചിട്ട് അതിലേക്കുള്ള മാർഗമാണ് മറ്റു പലതും. ആദ്യം ലക്ഷ്യം നിർണ്ണയിക്കും. ഇപ്പൊ ചെയ്യുന്നതെല്ലാം അതിലേക്കുള്ള മാർഗങ്ങളാണ്. ലക്ഷ്യം അധികം അടുത്ത് വരില്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? ലക്ഷ്യം മാറ്റരുത്. എന്ത് മാറ്റണം? മാർഗം. ക്ലിയർ? മാർഗമാണ് മാറ്റേണ്ടത്, ലക്ഷ്യത്തെ മാറ്റരുത്. ഇവിടെ പലരും ലക്ഷ്യം മാറ്റാറുണ്ട്. ലക്ഷ്യം മാറ്റുമ്പോൾ എന്ത് പറ്റും?
പ്രശ്നം. അപ്പൊ ഹെൽത്തിൽ എത്ര മാർക്ക് കൊടുക്കും എലീസ? എന്തിനാണ്? ഹെൽത്തിൽ എത്ര മാർക്ക് ഹെൽത്തിന് കൊടുക്കും 10-ൽ? എഴുതി എല്ലാരും ആ പേപ്പർ എടുക്ക്. പേപ്പർ അവിടെ ഇരിക്കുകയാണോ? ഹെൽത്തിന് 3. 3 ഹെൽത്തിന് ഉള്ളൂ. അതാണ് ഇനി 7 കൂടി കൊണ്ടുവരണം. അത് കറക്റ്റാ. ഗീതിക, ഹെൽത്തിൽ എത്ര വേണം? ചെറിയ കുട്ടിയാ. ഒന്ന് കേക്കട്ടെ. 8 ഗുളിക. അത് പറ. 7 കൊടുത്തേ. ആ, അത് 10 ആക്കില്ലേ മോളു? ഉറപ്പ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അലൻ, 10-ൽ 10 അല്ലേ മോനെ ഹെൽത്തില്? യാ. ഇനി ടെൻഷൻ കൊണ്ടുവന്നിട്ട് അത് കൊളോക്കോ ഈ ചേച്ചിയെ പോലെ? ഇല്ല. ഈ ചേച്ചിയെ പോലെ ആകില്ല. കാരണം ആ ചേച്ചി പഠിക്കാൻ പോയപ്പോഴാണ് കുറച്ച് ടെൻഷൻ കൂടിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും എൻട്രൻസ് കോച്ചിങ്ങോ സംഭവം സമാനമായിട്ടുള്ള കാര്യങ്ങളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ നമ്മുടെ VBestലെ ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് എങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കാം, ആരോഗ്യത്തോട്. കരിയറിന് വേണ്ടി ജീവിതം മൊത്തം കളയുന്ന ആളുകളുടെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണേ. അതായത് കരിയറിന് വേണ്ടി ബാക്കി 7 കാര്യങ്ങൾ കൊളാക്കണു. എന്തൊക്കെ? ഹെൽത്ത് അല്ലെ ആർക്കെ സാർ? ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ആരോഗ്യം കളഞ്ഞു കുളിക്കണം. ബന്ധങ്ങൾ പോലും ഇല്ല. കാശ് പിന്നെ പണ്ടേ പോകും. കാരണം അവരിങ്ങനെ ഫീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. 4, മാനസികമായി എന്തെങ്കിലും സന്തോഷം ഈ കുട്ടികൾ അനുഭവിക്കുന്നുണ്ടോ? പ്ലീസ്. പുതുതായിട്ട് ആ എൻട്രൻസ് കോച്ചിങ് അല്ലാതെ പുതുതായിട്ട് ഈ ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് അല്ലെ കറണ്ടുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രം ആ വിഷയം അവർ പഠിക്കണം. ഇല്ലാതെ ഈ ലോകത്ത് എന്ത് നടക്കണോ എന്ന് പോലും അറിയില്ല. ഗതിക, പുതിയ പ്രധാനമന്ത്രി ആരാ? വേണ്ട. ആരാ പുതിയ പ്രധാനമന്ത്രി? പറ. പ്രധാനമന്ത്രിയോ? മോദി. മോദി മാറിയില്ലേ? ഇലക്ഷൻ കഴിഞ്ഞു. ഇല്ല, മാറിയില്ല. ഞാൻ ഒരു കൊച്ചിനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു മോദിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പുതിയ ഇലക്ഷൻ വന്നു, കാര്യങ്ങൾ കഴിഞ്ഞില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ? അയ്യോ, അത് മാറി. അതെപ്പാ? കൊച്ചി എൻട്രൻസ് പഠിച്ചോണ്ടിരിക്കുക. അതെപ്പോ മാറി? ഞാൻ അറിഞ്ഞില്ല സാർ എന്നാ പറഞ്ഞു. അതായത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലും അവര് ശ്രദ്ധിക്കുന്നില്ല. സാമൂഹികപരമായിട്ടും അവരൊന്നും സ്പിരിച്വൽ പോലും ഇല്ല സാർ. എന്ത് കരിയറിന് മാത്രം ഇത്ര ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം എങ്ങനെ സന്തോഷമാവും? തിങ്ക്. അപ്പൊ അടുത്തെഴുതും. ഇന്ന് ഇതെനിക്ക് റൗണ്ട് ആക്കണം, എന്നിട്ട് വേണം എനിക്ക് അടുത്ത നാളെ വേറെ വിഷയത്തിലേക്ക് പോവാൻ. ഹെൽത്ത്. അടുത്തത് റിലേഷൻഷിപ്പ്. ഇപ്പൊ നിങ്ങളുടെ ബന്ധങ്ങളിൽ 10-ൽ എത്ര മാർക്ക് കൊടുക്കും? പറയാൻ ധൈര്യമുള്ളവർക്ക് പറയാം. കാണാം. ബൈജു പാമ്പിന്റെ 9. എലിസ, അത് കൂടുതലല്ലേ? അത് കൂടുതലാണ്. അത് കൂടുതലാണ്. അതാണ് ബാലൻസ് തെറ്റിക്കുന്നത് അല്ലേ? അത് കൂടിയാൽ എന്ത് പറ്റും? 3-ൽ നിന്നും ഹെൽത്ത് 3-ഉം മറ്റത് 10-ഉം ആണെങ്കിൽ എന്ത് പറ്റും? കറങ്ങോ? കറങ്ങില്ല. അടുത്തത് വെൽത്ത്. എഴുതൂ. അടുത്തത് വെൽത്ത്. എന്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച്, കോടികൾ ലക്ഷ്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, എനിക്ക് എന്റെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തികം ഇപ്പൊ എനിക്ക് കിട്ടുന്നുണ്ടോ? 10-ൽ എത്രയുണ്ട്? സത്യസന്ധമായിട്ട് എഴുതണം. ഞാനിത് വന്നിട്ട് വീട്ടിൽ വരുമ്പോഴോ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴോ ചോദിക്കുമ്പോൾ ഇതിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ചീത്ത വിളിക്കും. ചീത്തയല്ല, സ്നേഹത്തോടുകൂടി പറയും. ദയവ് ചെയ്ത് കറക്റ്റ് അല്ലാത്തത് എഴുതരുത് പ്ലീസ്. 8 സാർ. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ വെൽത്ത് എന്ന് ഉദ്ദേശിച്ചത് ലിക്വിഡ് അല്ല, എല്ലാം കൂടിയിട്ടാണ് കേട്ടോ. ലിക്വിഡിറ്റി മാത്രമല്ല, എല്ലാം കൂടിയിട്ട്. അതുണ്ടെങ്കിൽ ലിക്വിഡിറ്റി, ബാക്കി എല്ലാം വെൽത്ത്, ഫിനാൻഷ്യൽ വെൽത്ത് മാറും. എല്ലാം കൂടിയിട്ട് ബാലൻസ് ചെയ്യും. പക്ഷെ പ്രധാനം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ വെൽത്തിനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ ചോദിക്കും, എനിക്ക് ഇപ്പൊ ഇങ്ങനെ കാണാനൊന്നുമില്ല ഡെയിലി കാര്യങ്ങൾ, പക്ഷെ അസറ്റ് ഉണ്ടോ? അസറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെൽത്ത് ആണ്. പക്ഷെ അസറ്റിനെ എങ്ങനെ മാറ്റണം? അസറ്റിനെ ഫിനാൻഷ്യൽ കുറച്ചുകൂടി നമ്മുടെ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള ഗോൾസ് ആക്കി മാറ്റണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്ത് കുറച്ച് നാൾക്ക് മുന്നേ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നു. ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്നത് ഒരു ഹോൾസെയിൽ കടയിലെ അക്കൗണ്ടന്റ്. ഞാൻ ചോദിച്ചു, ശമ്പളം എത്രയാണ്? 7,000 രൂപ.
ഹസ്ബൻഡ് എന്താ ചെയ്യണം? അദ്ദേഹം ഒരു പ്രിന്റിംഗ് പ്രസ്സിലെ പ്രിന്ററാണ്. ഞാൻ ചോദിച്ചു എത്ര വരുമാനം? 15,000. അപ്പൊ അവരുടെ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാം. അപ്പൊ ചോദിച്ചു ഹസ്ബൻഡിന്റെ പേരിൽ ഒരു 1.5 ഏക്കർ സ്ഥലം ഹൈവേയുടെ അടുത്തായിട്ട് കിടപ്പുണ്ട്. ഓ ഗുഡ്. വൈഫിന്റെ പേരിലോ? എനിക്ക് അച്ഛൻ കുറച്ച് സ്ഥലം തന്നതാണ്, 5 ഏക്കറാണ് സാർ, പക്ഷെ അത് കാട്ടുപ്രദേശത്താണ് സാർ. ആഹാ, അപ്പൊ 5 ഏക്കർ ഉണ്ട്, ഇവിടെ 1.5 ഉണ്ട്. ഈ 1.5 ഏക്കറിന്റെ വാല്യൂ എത്രയായിരിക്കും? അത് അവിടെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വിറ്റപ്പോ ഏകദേശം 18 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പട്ടണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 1 സെന്റിന് 18. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല, അത് ശരിയാവില്ല സാർ, അത് ഹൈവേലാന്ന് പറഞ്ഞാൽ ആർക്കും കൊടുത്താൽ. അപ്പൊ ഈ ഷോപ്പുകളൊക്കെ ചോദിച്ചു വരാറില്ലേ? കഴിഞ്ഞ ദിവസം എനിക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു. BMW പുതിയ ഷോറൂം, അവരുടെ ഒരു സർവീസ് സെന്റർ തുടങ്ങണം. കുറച്ച് ഏരിയ, ഒരു 50 സെന്റിൽ കൂടുതൽ കിട്ടിയാൽ അവരത് ലീസിന് എടുത്തോളാം. എന്നിട്ട് അവരവരുടെ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യും. നമ്മളൊന്നും ചെയ്യണ്ട. 1.5 ഏക്കർ അവിടെ വെറുതെ കിടക്കുക, കാട് പിടിച്ചു. ഞാൻ ചോദിച്ചു അത് കൊടുത്താൽ എത്ര കിട്ടുമെന്നറിയാം? അതൊക്കെ റിസ്ക് ആണ് സാർ. എന്ത്? ഞാൻ ചോദിച്ചു എന്താ? അവരെഴുതി കൊണ്ടുപോകില്ലേ? ഈ 1.5 ഏക്കർ ഹൈവേയിൽ കിടക്കുന്ന സ്ഥലം അവരെഴുതി കൊണ്ടുപോകും, അതുകൊണ്ട് അത് പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് ഇതൊന്നുമല്ല, നിങ്ങൾ ആ ജോലി ആദ്യം നിർത്ത്. ടെൻഷനാണ്. രാവിലെ എഴുന്നേറ്റ് കൊച്ചിനെ ആക്കിയിട്ട് ഓടിപ്പോവാണ്. ബൈക്കിൽ കൊണ്ടുവന്ന് ഇവിടെ വൈഫിനാക്കും, എന്നിട്ട് പ്രസ്സിൽ പോയി രാത്രി 8 വരെ പണിയെടുത്ത് തിരിച്ചു വരും. കുടുംബത്തിൽ മൊത്തം പ്രശ്നം. കൊച്ചിന്റെ വഴിക്ക് പോവാണ്. ഇതാണ് പ്രോബ്ലം. അപ്പൊ ഇതിനെങ്ങനെ ഫിനാൻഷ്യൽ വെൽത്തും എങ്ങനെയും നമുക്ക് മാനേജ്? ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് റിസ്ക് ഉണ്ടാകും. നന്നായിട്ട് ചെടികൾ ഉണ്ടാകും, വിത്തുകൾ ഇട്ടിട്ട് മുളപ്പിച്ച് കൃഷിയായിട്ട് ചെയ്യും. നിങ്ങൾ ആരും ലാൻഡ് കൊടുക്കണ്ട. ആ 1.5 ഏക്കർ സ്ഥലത്ത് നിങ്ങളൊരു നഴ്സറി തുടങ്ങും. അത് സൂപ്പർ ഐഡിയ ആണ് സാർ. എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. എൻ്റെ വീട്ടിൽ ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സാർ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടാണ്. ആകെ ആശ്വാസം കിട്ടുന്നത് ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോൾ ആ ചെടികളെ പരിചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം കൊണ്ടാണ് ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യാതെ ജീവിച്ചിരിക്കുന്നത്. പാഷൻ. ഇപ്പൊ അവര് സുന്ദരമായിട്ട് ഒരു നഴ്സറി, വലുതായിട്ടൊന്നുമില്ല, സ്ഥലം മുഴുവനൊന്നും ഉപയോഗിക്കുന്നില്ല. ഫ്രണ്ടിൽ കുറച്ചൊരു ഒരു ചെറിയ കെട്ടിടം കെട്ടിയിട്ട് അവിടെ പുള്ളി തന്നെ ഉണ്ടാക്കുന്നതും പിന്നെ കുറച്ച് തേങ്ങയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. പെൺകുട്ടിനെ കൊണ്ട് ഞാൻ ആ ജോലി നിർത്തിച്ചു. എന്നിട്ട് മക്കളെ നോക്കാൻ പറഞ്ഞു. 7,000 രൂപയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരുടെ പണി ഒഴിവാക്കി കൊടുത്തു. ഇപ്പൊ കടയിൽ ഹസ്ബൻഡിനൊപ്പം താമസിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അപ്പൊ ബാക്കി കൂടെ എഴുതിയിട്ട് നാളെ എനിക്ക് കൊണ്ടുതരണം. ഇന്ന് സമയമില്ല. എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയോളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ 10-ൽ എത്ര മാർക്ക് കൊടുക്കും? വെൽത്തിൽ എത്ര മാർക്ക് കൊടുക്കും? മാനസികമായി സന്തോഷം അനുഭവിക്കുന്നതിൽ എത്ര മാർക്ക് കൊടുക്കും? നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ 10-ൽ എത്ര മാർക്ക് കൊടുക്കും? സമൂഹവുമായിട്ട് പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനാണോ? ഷോണിറ്റ് സാർ, നിങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എത്രയാണ്? 10-ൽ 10 അല്ലേ? നിങ്ങൾ ചെയ്യുന്ന നന്മ എത്രയാണ് സോഷ്യലിൽ ചെയ്യുന്നത്? ഷോണിറ്റ് സാർ ഒന്ന് പറ, നിങ്ങൾ കേൾക്കട്ടെ. മാർക്കറ്റില്ല. ഇട്ടോളൂ. എത്ര കൊടുക്കും? ഞാൻ നിങ്ങൾക്ക് 10 തരും. സാറിന് ഞാൻ 10 മാർക്ക് തരും. അതുപോലെ സ്പിരിച്വലിലും ഞാൻ സാറിന് 10 മാർക്ക് തരും. ശരി, സാറ് ആലോചിച്ചിട്ട് എടുത്തോളൂ. 9 അങ്ങനെ എഴുതി വെക്കൂ. ബാക്കി നാളെ വരക്കാം. അപ്പോ ഇന്നൊരു കരിയർ ഗൈഡൻസിനുള്ള ക്ലാസ്സിനുള്ള വകുപ്പായോ? ഇത് പറഞ്ഞ ആളുകൾ നെട്ടിയിരിക്കും. ഓക്കെ, താങ്ക് യു പറ. നന്ദി, നമസ്കാരം. എന്തോ സാറേ? സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പൊ നാളെ പുതിയ വിഷയങ്ങളും പുതിയ അത്ഭുതങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.